ലോക പോലീസായ അമേരിക്കയ്ക്കിപ്പോൾ തിരിച്ചടികളുടെ കാലമാണ്. തിരിച്ചടികൾ നൽകുന്നത് വൻ ശക്തികളൊന്നുമല്ല, ഹൂതികളും ഹിസ്ബുള്ളയും പോലുള്ള ഗ്രൂപ്പുകൾ വരെ അമേരിക്കയെ വിറപ്പിക്കുന്നു. ഇതാണ് അമേരിക്കയെ നാണം കെടുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അമേരിക്കയ്ക്കിത് വലിയ നാണക്കേടാണ്. ഇപ്പോഴിതാ അമേരിക്കയുടെ ഒരു ആളില്ലാ ചാരവിമാനം കൂടി വെടിവെച്ചിട്ടതായി യമനിലെ ഹൂതികൾ അറിയിച്ചിരിക്കുകയാണ്. അമേരിക്കൻ നിർമ്മിത MQ-9 റീപ്പർ ഡ്രോണാണ് ഹൂതികൾ തകർത്തത്. തെക്കു പടിഞ്ഞാറൻ യമനിലെ ധമാർ പ്രവിശ്യയ്ക്ക് മുകളിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന ഡ്രോണിനെയാണ് വെടിവെച്ചിട്ടത്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹൂതി സൈന്യത്തിൻ്റെ വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരിയാണ് MQ-9 ഡ്രോൺ തകർത്തതായി അറിയിച്ചത്. ഒരാഴ്ചക്കിടെ ഇത് മൂന്നാമത്തെ MQ-9 ആണ് തങ്ങൾ തകർക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രാദേശികമായി നിർമ്മിച്ച മിസൈൽ ഉപയോഗിച്ചാണ് MQ-9 ഡ്രോൺ തകർത്തതെന്നും യഹിയ സാരി പറഞ്ഞു. വർഷങ്ങളായി ഇറാൻ 358 എന്നറിയപ്പെടുന്ന സർഫസ് ടു എയർ മിസൈലുകൾ ഹൂതികൾക്ക് നൽകുന്നുണ്ട്. അതേസമയം MQ-9 ഡ്രോൺ തകർത്തുന്ന ഹൂതി സൈന്യത്തിൻ്റെ അവകാശവാദത്തോട് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ ഡ്രോണുകൾ നഷ്ടപ്പെട്ടതായി US സൈന്യവും സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കൻ കമ്പനിയായ ജനറൽ ആറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത സ്വയം നിയന്ത്രിക്കുന്നതും വിദൂരത്ത് നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നതുമായ വിമാനമാണ് MQ-9 റീപ്പർ. പ്രിഡേറ്റർ B എന്ന അപരനാമമുള്ള MQ-9 ഡ്രോണിൻ്റെ നിർമ്മാണ ചെലവ് 2023 കണക്ക് പ്രകാരം $3.2 കോടി ആണ്. കൂടുതൽ സമയം പറക്കാൻ കഴിയുന്ന MQ-9 വളരെ ഉയരത്തിൽ നിന്നാണ് നിരീക്ഷണം നടത്തുക. അമേരിക്കൻ വ്യോമസേനയുടെ പക്കൽ 300-ലേറെ MQ-9 ഡ്രോണുകൾ ഉണ്ടെന്നാണ് 2021 കണക്ക്. വിദേശ രാജ്യങ്ങൾക്ക് പുറമെ ആഭ്യന്തര സുരക്ഷയുടെ ഭാഗമായി അതിർത്തികളിൽ ഉൾപ്പെടെ MQ-9 ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ വകഭേദങ്ങൾ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായി നാസയും ഉപയോഗിക്കുന്നുണ്ട്. അതിനിടെ ഹൂതികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിലും മധ്യ ഇസ്രായേലിലുമാണ് ആക്രമണം ഉണ്ടായത്. ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെയാണ് ഹൂതികളുടെ ആക്രമണം. ജനവാസമില്ലാത്ത സ്ഥലത്താണ് മിസൈൽ പതിച്ചതെന്നും അതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നുമാണ് ഇസ്രായേലി സൈന്യം പറയുന്നത്. ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൂതികൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലിനെ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തതായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു. മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഗസറിലും സമീപ പ്രദേശങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി. ഒന്നിൽ കൂടുതൽ മിസൈലുകൾ ഹൂതികൾ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്.